നമസ്കാരം. എല്ലാം സജ്ജം. ഇനി മണിക്കൂറുകൾ. എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനെ ഇന്ത്യ തകർക്കും. എല്ലാം സജ്ജം. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു ഇന്ത്യ. കരയാൻ കണ്ണീർ പോലും കാണില്ല ഇനി പാകിസ്ഥാൻ. യുദ്ധം എന്നത് വേദനയാണ്. കാരണം നിസ്സഹായരും നിരാലംബരുമായ നിരപരാധികൾ മരണപ്പെടുകയോ അംഗഭംഗം വരികയോ ഒക്കെ ചെയ്തേക്കാം. എന്നാൽ അനിവാര്യമായ ഈ യുദ്ധം ഇരന്നു വാങ്ങിയതാണ് പാകിസ്ഥാൻ. ആസന്നമായ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയ ഒരു ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാര്യം കൂടി പരാമർശിക്കാതെ പോകുവാനും കഴിയുന്നില്ല. 1971 നടന്ന ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ വഴിത്തിരിവായി നമ്മൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഈ യുദ്ധം പുറത്തുനിന്ന് വിജയമായി തോന്നിയാലും ആന്തരികമായി അത് രാജ്യത്തിന് കളങ്കമായി മാറുകയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ യുദ്ധം ഉടനീളം ചില രാഷ്ട്രീയവും നയതന്ത്രപരവുമായിട്ടുള്ള വലിയ വീഴ്ചകൾ അടയാളപ്പെടുത്തി. യുദ്ധം ഒരു താൽക്കാലിക പ്രഹസനമായി. യുദ്ധം ഭാരതത്തെ സൈനികമായി വിജയത്തിലേക്ക് നയിച്ചുവെങ്കിലും ആ വിജയം ദീർഘകാല ദിശാബോധമുള്ളതായിരുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത 93,000-ലധികം സൈനികരെ പിടികൂടിയ ഭാരതം അതിനു മുൻപിൽ പാകിസ്ഥാനെ തളർത്തുവാനോ കാശ്മീർ വിഷയത്തിൽ സമ്മതികൾ നേടിയെടുക്കുവാനോ കഴിയാതെ പോയത് വലിയ നഷ്ടമായി. ഇന്ദിരാഗാന്ധിയുടെ നയതന്ത്ര ധീരതയുടെ അഭാവം ഇവിടെ വ്യക്തമാണ് എന്നൊക്കെ രാഷ്ട്രീയ വിരോധികൾ പറയുന്നുമുണ്ട്. 1972 ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവെച്ച സിംല കരാർ ഭാരതത്തിൻ്റെ നയതന്ത്ര പരാജയത്തിൻ്റെ പ്രതീകമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയ വിരോധികൾ. കരാർ പാകിസ്ഥാൻ്റെ മൗലികവാദ നിലപാടുകളെ മാറ്റാൻ കാരണമാവേണ്ടതായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും കരാർ വഴിതെളിച്ചില്ല. യുദ്ധത്തിൽ നേടിയതെല്ലാം പേപ്പറിൽ മാത്രം തെളിയുകയും സൈനിക വിജയം രാഷ്ട്രീയ പരാജയമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. പാകിസ്ഥാൻ 1971 തോൽവിക്ക് പകരം വീട്ടാൻ തുടർ നീക്കങ്ങൾ ആരംഭിച്ചുകൊണ്ടേയിരുന്നു. ഭീകരവാദം ഒരു നീതിയുടെ മാർഗമായി അവർ സ്വീകരിക്കുകയും ചെയ്തു. 1980-കളിൽ കാശ്മീരിൽ പ്രത്യക്ഷമായിട്ടുള്ള സായുധ കലാപം 1971 യുദ്ധത്തിൻ്റെ തിരിച്ചടിയായി വേണമെങ്കിൽ കണക്കാക്കുകയും ചെയ്യാം. ഭാരതത്തിൻ്റെ യുദ്ധവിജയത്തിൻ്റെ ഫലമായിട്ട് സുരക്ഷിതത്വം ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്തരം വികൃതികൾക്ക് പാകിസ്ഥാൻ മുതിരില്ലായിരുന്നു എന്ന അഭിപ്രായം കൂടി അതിനകത്ത് വരുന്നുണ്ട്. യുദ്ധം ഭാരതത്തിന് വരുത്തിവെച്ച ആന്തരിക പ്രത്യാഘാതങ്ങൾ വലുതായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ യഥാർത്ഥ വസ്തുത മറച്ചുവെക്കലാകും എന്നുകൂടി പറയട്ടെ. അപ്പോൾ അങ്ങനെ ഈ യുദ്ധത്തിൽ ഭാരതത്തിൻ്റെ വിജയത്തിന് അത്രത്തോളം പ്രശസ്തിയേറുകയും പിന്നീട് ആ വിജയം തുല്യമായ സാമ്പത്തിക രാഷ്ട്രീയ നേട്ടങ്ങളായി മാറാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. 1971 യുദ്ധം ഭാരതത്തിന് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയായി മാറി. ആകെ ചെലവ് ഏകദേശം 5000 കോടി രൂപ. 1971 നിരക്കിലാണ് 5000 കോടി രൂപ. ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 3843 പേരാണ്. പരിക്കേറ്റവർ 9851. ഏകദേശം 80 ടാങ്കുകൾ, 45 യുദ്ധവിമാനങ്ങൾ, ആയിരക്കണക്കിന് തോക്കുകൾ എന്നിവയും ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, 12 ദശലക്ഷം അഭയാർത്ഥികൾ പശ്ചിമ ബംഗാളിലേക്കും അസം, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും ഒഴുകിയെത്തി. ഇവരെ ശുപാർശ ചെയ്യുവാനും പുനരധിവസിപ്പിക്കുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആയിരക്കണക്കിന് കോടി രൂപ കൂടി ഇതിനോടൊപ്പം ചെലവാക്കേണ്ടി വന്നു. 93,000 പാക് സൈനികരെ ഭാരതം പിടികൂടിയിരുന്നു അന്ന്. എന്നാൽ ഇവരെ അന്താരാഷ്ട്ര കോടതിയിലേക്കോ യുദ്ധകുറ്റങ്ങൾക്കുമായിട്ട് കൊണ്ടുപോകാൻ ഭാരതം അന്ന് തയ്യാറായില്ല എന്നുള്ളത് ശരിയായിരുന്നു. മറിച്ച് പാകിസ്ഥാൻ ഈ തോൽവിയെ മറികടക്കാനായിട്ട് ആസൂത്രിതമായിട്ട് ഭീകരവാദത്തെ ഒരു നയതന്ത്ര ആയുധമായി മാറ്റി എന്നുള്ളതാണ്. 1980-കളിൽ ISI കാശ്മീരിൽ ഭീകര സംഘടനകൾക്ക് പിന്തുണ നൽകി തുടങ്ങി. മുൻ ഡ്രോ ഉദ്യോഗസ്ഥൻ ഭാരതി ചക്രവർത്തി 2003 പറഞ്ഞത് 1971 ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ ശത്രുവിനെ കീഴടക്കി നമ്മളതിനെ പുനഃസജ്ജമാക്കാൻ അവസരം നൽകുകയായിരുന്നു എന്നുള്ളതാണ്. 1972 സിംല ഉടമ്പടി ഭാരതത്തിൻ്റെ നയതന്ത്രപരമായിട്ടുള്ള പരാജയത്തിന് ഉദാഹരണമാണ്. കാശ്മീർ പ്രശ്നം ബയലാറ്ററൽ മാത്രമായി പരിഹരിക്കണമെന്ന പാകിസ്ഥാൻ നിലപാടിന് ഭാരതം അംഗീകാരം നൽകി. അതായത് അന്താരാഷ്ട്ര ഇടപെടൽ ഒഴിവാക്കിയെന്നർത്ഥം. വൻ ചെലവുകളും അഭയാർത്ഥികളുടെ ഒഴുക്കും രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക ഘടനയെ ബാധിച്ചു. യുദ്ധാനന്തര വർഷങ്ങളിൽ
അതിൻ്റെ ആഘാതം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് അവിടം വരെയും എത്തിച്ചേർന്നു എന്നുള്ളതാണ്. കുടിയേറ്റങ്ങളുടെ സംഘർഷം, തൊഴിലില്ലായ്മ, ജനക്ഷോഭം എന്നിവയൊക്കെ ഭാരത ഭരണകൂടത്തെ അഗ്നിപരീക്ഷയിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. 1971 യുദ്ധം ഭാരത ചരിത്രത്തിലെ ഒരു തീരാക്കളങ്കമായി തീർന്നു. ഇന്ദിരാഗാന്ധിയുടെ ധീരതയിൽ ഒളിഞ്ഞിരുന്ന അമിത ആത്മവിശ്വാസം ഒരു വമ്പൻ തന്ത്രപരമായ തോൽവിയിലേക്ക് രാജ്യത്തെ നയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കുകയും ചെയ്യാം. പക്ഷേ 2025 യുദ്ധം അത് തീർത്തും ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ളതാണ് എന്ന് പറയട്ടെ. ഒരു യുദ്ധവും രാഷ്ട്രീയമായി ഉപയോഗിക്കരുത്, അത് രാജ്യ നന്മയല്ല എന്നുള്ളതുകൊണ്ട്. കഴിഞ്ഞ മാസത്തെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒരു വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫലപ്രദമായിട്ടുള്ള സിവിൽ ഡിഫൻസിനായിട്ട് മോക്ക് ഡ്രിൽ അടക്കം നടത്തുവാൻ ആഭ്യന്തര മന്ത്രാലയം സജ്ജമായി കഴിഞ്ഞു. സംസ്ഥാനങ്ങളോടൊക്കെ അത് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴക്കുകയും ശത്രുതാപരമായിട്ടുള്ള ആക്രമണമുണ്ടായാൽ സ്വയം എങ്ങനെ സംരക്ഷിക്കാമെന്ന് സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ ചെയ്ത് മുന്നോട്ട് പോകുന്നു. സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും നേരത്തെ മറയ്ക്കുന്നതിനുമൊപ്പം തന്നെ രാത്രിയിൽ ലൈറ്റുകൾ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുന്നതിനുമുള്ള വ്യവസ്ഥകളടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കുന്നു. സംസ്ഥാനങ്ങളോട് അവരുടെ ഒഴിപ്പിക്കൽ പദ്ധതി പുതുക്കുവാനും പരിശീലനം നടത്തുവാനും ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ മോക്ക് ഡ്രില്ലിൽ കുറഞ്ഞത് ഏകദേശം 244 സിവിൽ ജില്ലകളിലെങ്കിലും പങ്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നു. അങ്ങനെ മോക്ക് ഡ്രില്ലിൻ്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായിട്ട് ഹോം സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും മിക്ക സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമൊക്കെ ചീഫ് സെക്രട്ടറിമാർ അടക്കം ഈ കോൺഫറൻസിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ ഇന്ത്യ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMAയും ഒപ്പം തന്നെ ദേശീയ ദുരന്ത പ്രതികരണ സേനയായിട്ടുള്ള NDRFും റെയിൽവേ ബോർഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും എയർ ഡിഫൻസ് പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ തുടർച്ചയായി അതിർത്തി കടന്നുള്ള വെടിവെപ്പ് നടത്തുന്നതിനിടയിലാണ് സംസ്ഥാനങ്ങൾക്ക് സുരക്ഷാ ഡ്രിൽ ഉപദേശം നൽകിയിരിക്കുന്നത് കേന്ദ്രം എന്നുള്ളതാണ്. കഴിഞ്ഞ 11 രാത്രികളിലായിട്ട് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തുകയും ഒപ്പം തന്നെ ഇന്ത്യൻ സൈന്യം ശക്തമായിട്ടുള്ള തിരിച്ചടി നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയും ഒരു നേപ്പാളി പൗരനുൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ടതിനും പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങൾ ഇപ്പോൾ അരങ്ങേറുന്നത് എന്നുള്ളതാണ്. 2019 പുൽവാമയിലെ CRPF ജവാന്മാരുടെ ആക്രമണത്തിന് ശേഷം കശ്മീർ താഴ്വരയിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ പ്രതിരോധം ശക്തമാക്കുകയും അതിർത്തിയിലെ പോസ്റ്റുകൾ ബലപ്പെടുത്തുകയും ഇന്ത്യയുടെ സൈനിക നടപടി പ്രതീക്ഷിച്ച് മിസൈൽ പരീക്ഷണങ്ങൾ വരെ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത കനക്കവേ വിവിധ സംസ്ഥാനങ്ങൾ ഇന്നു മുതൽ അടിയന്തരമായിട്ടുള്ള സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറൻ അതിർത്തിയിലെയും വടക്കേ ഇന്ത്യയിലെയും സംസ്ഥാനങ്ങൾ ഉടൻ തന്നെ ഈ തയ്യാറെടുപ്പ് നടത്തുവാനാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പഞ്ചാബിൽ കഴിഞ്ഞ ദിവസം ഇതിനോടനുബന്ധിച്ച് തന്നെ മോക്ക് ഡ്രിൽ അടക്കം നടത്തുകയും ഒപ്പം പല പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരുത്തുവാനുള്ള യുദ്ധ സജ്ജീകരണങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മോക്ക് ഡ്രിൽ അടക്കം നടത്തിയത് എന്നുള്ളതാണ്. ലൈറ്റുകളൊക്കെ പൂർണ്ണമായിട്ടും ഓഫ് ചെയ്ത് വാഹനങ്ങളുടെ ലൈറ്റ് അടക്കം ഓഫാക്കി പൂർണ്ണമായിട്ടും ഇരുട്ടത്തായിരുന്നു മോക്ക് ഡ്രിൽ നടത്തിയത്. എല്ലാ കവലകളിലും പോലീസിനെ വിന്യസിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. യുദ്ധം ഏത് സമയത്തും ഉണ്ടായേക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനിയുള്ള മണിക്കൂറുകളിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.